അള്ളാഹുവിന്റെ പള്ളിയുടെ മുനാരത്തിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു ഇസ്ലാം. ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. വളരെ പേടിയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കുന്നവന്റെ അവസാനം കേടുവന്നു പോകുമെന്ന് മഹാന്മാർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുക്കുന്ന നേരത്തെ സംസാരിക്കുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ, ഒരു ഉപ്പയുണ്ടെങ്കിൽ, ബാങ്ക് കൊടുക്കുന്ന നേരത്തെ സംസാരിക്കുന്ന യുവാക്കളെ, യുവതികളെ, മക്കളെ, നമ്മൾ ആഖിറം നന്നാവില്ല, നമ്മൾ അവസാനം കേടുവന്നു പോകും. ഈ ഭൂമിയിലും ആഖിറത്തിലും നമ്മൾ കണ്ണീര് വാർക്കേണ്ടി വരും. അത്രയും അപകടമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക. മഹാനായ സി.എച്ച്. ഹൈദ്രോസ് ഉസ്താദ് നവ്വറല്ലാഹു മർകദ മഹാനവറുകൾ തന്റെ മക്കള് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് വർത്താനം പറഞ്ഞപ്പോ മഹാനായ ഹൈദ്രോസ് ഉസ്താദ് ചോദിച്ചു പോലും, മക്കളെ നിങ്ങൾക്ക് എന്തേ നാറ് നടാൻ പോകുന്ന പെണ്ണുങ്ങളുടെ ഈമാൻ പോലും ഇല്ലേ എന്ന്. അവർക്കൊരു പ്രത്യേക പേരുണ്ട്. അതാണ് മഹാനവറുകൾ പ്രയോഗിച്ചത്. മഹാനവറുകൾ പറഞ്ഞു, ആ കൃഷി ചെയ്യാൻ പോകുന്ന കർഷകരാകുന്ന നെൽകൃഷി വെട്ടുകയും ഒതുക്കുകയും ചെയ്യുന്ന സഹോദരിമാരുണ്ടല്ലോ, അവരുടെ ഈമാൻ പോലും നിങ്ങൾക്കില്ലേ? അവര് കൃഷി ചെയ്യുമ്പോ ഒരു പാട്ട് പാടും, അവര് നെല്ല് കൊയ്തെടുക്കുമ്പോ ഒരു പാട്ട് പാടും. പക്ഷേ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പിന്നെ അവരെ നാ വിളകില്ല. അവര് പറയും ബാങ്ക് കൊടുക്കുന്നുണ്ട്, മിണ്ടാൻ പാടില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, നമ്മളെ വീടുകളിലും നാടിലും വരുന്ന അപകടത്തിലെ ഏറ്റവും വലിയ ഒരു കാരണം അള്ളാഹുവിന്റെ ബാങ്ക് കേൾക്കുമ്പോ മൗലികളാകാത്തതിന്റെ ശിക്ഷയാണ്. കാരണം ബാങ്ക് കൊടുക്കുമ്പോ മിണ്ടാൻ പാടില്ല. പഴയകാല ഉമ്മമാരുപ്പമാർ ബാങ്ക് കൊടുക്കുന്ന കേൾക്കുമ്പോ മക്കളോട് പറയും, ബാങ്ക് കൊടുക്കുന്നു. ആ ശബ്ദം കേട്ടാ പോലും മക്കൾക്ക് തോന്നും ബാങ്ക് കൊടുക്കുമ്പോ സംസാരിച്ചാൽ നാട്ടിൽ ഭൂകമ്പമുണ്ടാകുമെന്ന്. അതിന് മാത്രം ഗൗരവത്തിലാണ് അന്നത്തെ നമ്മളെ ഉമ്മമാർ മക്കളെയും പേരമക്കളെയും ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കരുത് എന്ന് പഠിപ്പിച്ചത്. എന്തേ കാരണം? ബാങ്ക് ബറക്കത്തുള്ള ഒരു സന്ദേശമാണ്. ബാങ്ക് ബറക്കത്തുള്ള സന്ദേശമാണ്. ബാങ്ക് കൊടുക്കാൻ പള്ളിയുടെ മുനാരത്തിലേക്ക് കയറുന്നുണ്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. കറുകറുത്ത ബിലാലുൽ മുഅദ്ദിൻ, നീഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സന്ദേശം മുഴങ്ങി ബിലാൽ ഇതിന്റെ മുകളിലേക്ക് കയറുക, ഇസ്ലാമിന്റെ വിജയ പ്രഖ്യാപനം നടത്തുക, ബാങ്ക് വിളിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു കൈവാലികത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് ബാങ്ക് കൊടുക്കാൻ. പക്ഷേ ആ കറുകറുത്ത നീഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാലിന് കയറാൻ കഴിയുന്നില്ല. ആ സമയത്ത് ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, കയറൂ ബിലാൽ. ബിലാൽ കയറാൻ നോക്കുമ്പോ കാല് വീണ്ടും വഴുതി വരുമ്പോ തന്റെ കാലിന്റെ താഴെ ഒരു കൈ വന്നു ചവിട്ടിക്കോ ബിലാൽ. ആരാകും ഈ നീഗ്രയായ, ആർക്കും വേണ്ടാത്ത ഉമയ്യത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ കിടന്ന് കണ്ണുനീര് വാർത്ത ബിലാലുൽ മുഅദ്ദിന്റെ കാൽ കീഴിൽ കാല് വെച്ച് തരുന്നവനാരാ, കൈ വെച്ച് തരുന്നവനാരാ? ബിലാൽ ഒന്ന് താഴേക്ക് നോക്കി. ബിലാൽ പൊട്ടിക്കരഞ്ഞു വിളിച്ചു, യാ റസൂലല്ലാഹ്, ഈ ബിലാലിന്റെ കാലിന്റെ താഴെ അങ്ങയുടെ കയ്യോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകിക്കൊണ്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാൽ കയറിയിട്ട് ബാങ്ക് കൊടുക്ക്. ബാങ്ക് കൊടുക്കാൻ പോകുന്ന ബിലാലിന് കാലിനിടയിൽ കൈവച്ച് കൊടുത്ത ലോകപ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിലാൽ കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളോട് പറയും, അതാ വരുന്നു ബിലാൽ, നിങ്ങളുടെ നേതാവ് സയ്യിദ് വരുന്നുണ്ട്. സയ്യിദാണ് ബിലാൽ. ബാങ്ക് കൊടുക്കുന്നവർക്ക് അത്രയും സ്ഥാനം നൽകുന്നത് ബാങ്കിന്റെ മഹത്വമാണ്. ബാങ്കിന്റെ മഹത്വങ്ങളിൽ ഒരു മഹത്വം, ബാങ്കിൽ ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. ഒരു ദിവസം പോലും നമ്മൾ മറക്കാതെ പറയേണ്ട ശബ്ദം, ഒരു നിമിഷം പോലും നമ്മൾ ഓർക്കാൻ പറ്റാത്ത ശബ്ദം, ഓർക്കേണ്ട ശബ്ദം. ആ ശബ്ദം പള്ളിയുടെ മുനാരത്തിലൂടെ മുഴങ്ങുന്നുണ്ട്. അതാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ വിളിക്കുമ്പോഴും അല്ലാഹ് പറയാണ്, റസൂലുള്ളാഹിനെ ഒന്ന് പറയണം, ഹബീബിനെ ഒന്ന് ഓർക്കണം, ലോകത്തിന്റെ നേതാവിനെ പറയണം. നമ്മളോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തേ റബീഉൽ അവ്വൽ മാത്രമാണോ നബി? റബീഉൽ അവ്വലിൽ മാത്രമാണോ നബി? റബീഉൽ അവ്വൽ ഇല്ലാത്തപ്പോ നിങ്ങൾക്ക് സ്വലാത്തില്ല, റസൂലില്ല, പറച്ചിലില്ല. അതവർ വിഡ്ഢികളായതുകൊണ്ട് പറയുകയാണ്, അവർക്ക് തിരിച്ചറിവില്ലാത്തവരായതുകൊണ്ട് പറയുകയാണ്. ഒരു നിമിഷം പോലും റസൂലുള്ളാഹിനെ മറക്കാൻ അല്ലാഹു നമ്മൾ അനുവദിക്കുന്നില്ല. 5 നേരം പള്ളികളുടെ മിനാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് ഹബീബിനെ ഓർക്കാനും പറയാനും സ്വലാത്ത് ചൊല്ലാനും പടച്ച അല്ലാഹുവിന്റെ ദീൻ നമുക്ക് അവസരം തരികയാണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലോ ആണും പെണ്ണും എല്ലാവരും ഒരുപോലെ ഒഴിവാക്കാതെ ചൊല്ലേണ്ട ഒരു ദുആയുണ്ട്. അതിന്റെ പേരാണ് മൗലിദ്. മൗലിദ് എന്ന് നമ്മൾ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിലും മൗലിദിൽ ഉൾക്കൊണ്ടത് എന്താ? റസൂലുള്ളാഹിനെ പുകഴ്ത്തുക, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ദുആ ചെയ്യുക, റസൂലുള്ളാഹിക്ക് സ്വലാത്ത്
സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിന്റെ ഹബീബിന് ശഫാഅത്ത് കിട്ടാൻ നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കുക. ഇതിന്റെ സംക്ഷിപ്തമാണ് നാം പറയുന്ന പേര്, അത് അപരവധി പേര് നാമം നൽകുന്ന മൗലിദ്. അതാണ് ഓരോരോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷം നിങ്ങൾ മുസ്ലിമാണെങ്കിൽ പറയണം, മുസ്ലിമാണെങ്കിൽ ചൊല്ലണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي وعدت وارزقنا شفاعة يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിക്ക് മഖാമും മഹ്മൂദ് കൊടുക്ക റബ്ബേ, വസീല എന്ന പദവി കൊടുക്ക റബ്ബേ, ഫളീല എന്ന പദവി കൊടുക്ക റബ്ബേ. ലോകത്തിന്റെ നേതാവിന് വേണ്ടി ദ്വാരിക്കണം ഓരോരോ ബാങ്കിന്റെയും ശേഷം മുഅ്മിൻ. എന്നിട്ടോ അല്ലാഹുർസുഖ്നാ ശഫാഅത അഷ്ഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻദാഅ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞ ആ മഹത്തായ ചൊല്ലൽ അത് തന്നെയാണ് ഓരോരോ വഖത്തിലും ഓരോരോ സമയത്തും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാതെ ബാങ്ക് ശ്രദ്ധിക്കുകയും ബാങ്കിന്റെ വാക്കുകൾക്ക് മറുപടി പറയുകയും ഹബീബിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മറുപടി പറയുകയും സ്വലാത്തുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഒരു കാര്യം ഉറപ്പ്, കണ്ണടക്കാൻ നേരത്ത് നിങ്ങളെ മുമ്പിൽ ഒരു വൈജ്ഞാനിക വെളിച്ചമുണ്ടാകും. അതാരെ പൂമുഖമാകുമെന്നറിയോ? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ റസൂലുള്ളാഹിന്റെ ശത്രുവാൻ. പക്ഷേ അബൂജഹലിന്റെ മകൻ ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നുവന്ന മഹാനാണ്. ആ ഇക്രിമ ഒരു യുദ്ധത്തിന് പോകുന്ന ചരിത്രമുണ്ട്. യുദ്ധത്തിന് പോകുമ്പോ ഇക്രിമ തന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ് യുദ്ധത്തിന്, ഞാൻ ഇന്ന് ഷഹീദായാൽ നാളെ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെയാണ് ജീവിതം. നമുക്ക് പറയാൻ കഴിയണം, ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഞാൻ എന്ന് മരിച്ചാലും നാളെ മുതൽ എന്റെ റസൂലുള്ളാഹിന്റെ കൂടെയാകുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രതിജ്ഞയാവണം റബീഉൽ അവ്വൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇക്രിമ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ പറയാ, ഞാൻ ഇന്ന് ഷഹീദാകും, നാളെ മുതൽ എന്റെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്. അതുകൊണ്ട് സ്വഹാബികളെ, ഞാൻ നാളെ റസൂലുള്ളാഹിനെ കാണുമ്പോ എന്തെങ്കിലും നബിയോട് പറയണമെങ്കിൽ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നാളെ മുത്തുനബിയെ കാണുമ്പോ എന്റെ വക നിങ്ങൾ എന്നോട് വല്ലതും ഏൽപ്പിച്ചാൽ അത് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞോളാം. നിങ്ങളുടെ വക എന്തെങ്കിലും ഏൽപ്പിച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. മഹാന്മാരായ സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ വാരി പുണർന്ന് ഇക്രിമയോട് പറയുന്നുണ്ട്, ഇക്രിമ, നാളെ നീ റസൂലുള്ളാഹിനെ കാണും, നീ ഹബീബിനെ കാണുമ്പോ ബല്യഹും മിന്നസ്സലാം, നിങ്ങളെ സലാം പറയണം റസൂലുള്ളാഹിനോട്. എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെ, യുവാക്കളെ, യുവതികളെ, ഏത് സമയത്താണ് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുക നമുക്കാർക്കും അറിയില്ല. അല്ലാഹു തിരിച്ചു വിളിക്കുന്ന സമയത്ത് പോകണ്ടേ നമുക്ക്? ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു കാലം വരാനുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, തബാറക എല്ലാ ദിവസവും പതിവാക്കുന്ന മനുഷ്യന് ഖബറിൽ അദാബ് ഉണ്ടാവില്ല. ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. തബാറക ദിവസവും പതിവാക്കിയ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല, ഖബറിൽ ശിക്ഷയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടി യുദ്ധം കഴിഞ്ഞ് വരുമ്പോ വഴിയിൽ ടെന്റ് കെട്ടി വിശ്രമിച്ചു. അങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു സ്വഹാബി പാതിരാ സമയം ഇങ്ങനെ ഉറങ്ങുക. അപ്പൊ ഇടക്കൊന്ന് ഉണർന്നു നോക്കുമ്പോ എവിടുന്നോ തബാറക സൂറത്ത് ഓതുന്ന ശബ്ദം. അങ്ങനെ എഴുന്നേറ്റ് നോക്കി, റബ്ബേ, എവിടുന്ന് ആരാ തബാറക ഓതുന്നത്? ഒരു പുറത്തുമില്ല. നോക്കുമ്പോ അദ്ദേഹം സ്വഹാബി കിടക്കാൻ വേണ്ടി വിരിച്ച വിരിപ്പിന്റെ അടിയിൽ നിന്നാണ് തബാറക കേൾക്കുന്നത്. നോക്കുമ്പോ ഇതൊരു ഖബറാണ്. അദ്ദേഹം അറിയാതെ വിരിച്ചു കിടന്നതാ. ഉടനെ ഇയാള് വിരിപ്പ് മടക്കി വെച്ചിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്ന, നബിയേ, ഞാൻ വിശ്രമിച്ചതൊരു ഖബറിന്റെ മുകളിലാണ്, അറിയാതെ ടെന്റ് കെട്ടിയതാണ്. പക്ഷേ വിഷയം അതല്ല, ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് തബാറക കേട്ടു നബിയേ.
ലോകത്തിന്റെ നേതാവിന്റെ മറുപടി. യുവാക്കളെ കേട്ടോ, രക്ഷിതാക്കളെ ശ്രദ്ധിച്ചോ, ഉമ്മമാരെ. അള്ളാന്റെ റസൂലിന്റെ മറുപടി അതെ, ഹുവൽ മുൻജിയ. അതെ, ഖബർ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് തബാറക. തബാറക ഓതുന്ന മനുഷ്യന്റെ സൗഭാഗ്യം നോക്കും. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഞാൻ പറയുന്നത് നാവ് കൊണ്ട് ചൊല്ലി പറയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ദിക്റുകളും സ്വലാത്തുകളും വിശുദ്ധമായ ഖുർആനും കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ യുവാക്കളെ, രക്ഷിതാക്കളെ, എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നാം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം അതാണ്. റബ്ബിന്റെ കാവലുണ്ടാകാൻ, അള്ളാഹുവിന്റെ സഹായമുണ്ടാകാൻ, ഈമാനോടെ മരിക്കാൻ നാം കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് കാര്യം. ഒന്ന്, ജീവിതത്തിൽ അദബുണ്ടാവുക, അച്ചടക്കമുള്ള ജീവിതം നയിക്കുക. രണ്ട്, അള്ളാഹുവിനിക്ക് കഴിയുന്നത്ര നാവ് കൊണ്ട് ചൊല്ലി പറയുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിപ്പറയൽ മാത്രം പോരാ. ആദ്യം നമ്മളെ ജീവിതത്തിൽ അച്ചടക്കവും അദബും വേണം. അതില്ലാതെ കുറെ ചൊല്ലിട്ട് എന്താ കാര്യം? ഇപ്പൊ ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമ്മം. ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമ്മം. ഒരാള് ഖുർആൻ ഓതുകയാണ്. എങ്ങനെ ഖുർആൻ ഓതണത്? 5-6 ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ കാൽമക്കേലും കെറ്റിച്ചിരുന്ന മൂപ്പര് ഖുർആൻ ഓതണം. ആ ഖുർആൻ ഓതണോണ്ട് എന്ത് കാര്യം? കാരണം ഖുർആൻ ഓതൽ സുന്നത്ത, ഖുർആനെ ബഹുമാനിക്കൽ വാജിബാണ്. ഖുർആനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. ഖുർആൻ ഓതൽ സുന്നത്ത. വലിയ ഖുർആന്റെ ആളാ, പെരിയില് ഖുർആനൊക്കെ എവിടെയോ ഒരു മൂലക്കെട്ടതാ. അവനിക്ക് എന്ത് ഖുർആനാ? അവൻ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ശപിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരോ കണ്ടു, ഈ മറ്റേ കച്ചറകളൊക്കെ വിൽക്കുന്നിടത്തുനിന്ന് മുസഹഫ് വാരിക്കൊണ്ടുവരാണ്. ആക്രിക്കടി കൊണ്ടുപോയി വിറ്റിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ആക്രിക്കടി കൊണ്ടുപോയി ഖുർആന്റെ കഷ്ണങ്ങൾ മുസ്ലിമീങ്ങൾ വിറ്റക്കാണ്. ആ വിറ്റ മുസ്ലിമീങ്ങളുടെ ആഖിറത്തിന്റെ അവസ്ഥ എന്താ? ഓനൊക്കെ വലിയ വലിയ തറവാട്ടുകാരനായിട്ട് എന്താ കാര്യം? നേരെ മറിച്ച് നമ്മൾ ആദരിക്കേണ്ടത് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ട വസ്തുക്കളോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട്, അച്ചടക്കവും നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്കാണ് യജമാനനായ അല്ലാഹു കൂലി തരുക. അല്ലാഹു പ്രതിഫലം തരുന്ന അമലേതാണെന്നറിയുമോ? അദബോടെ ചെയ്യുന്ന അമലുകൾക്കാണ്, ബഹുമാനത്തോടെ ചെയ്യുന്ന അമലുകൾക്കാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ തന്റെ മുമ്പിൽ ഒരു കടലാസ് കണ്ടു. ഒരു കടലാസ്, തന്റെ മുമ്പിൽ ഒരു കടലാസ് കണ്ടു. എന്താണ് കടലാസ്? നോക്കുമ്പോ അതിൽ അള്ളാന്റെ പേരുണ്ട്. അള്ളാഹുവിന്റെ പേരുള്ള ഒരു ഖുർആന്റെ കഷ്ണം. ഉടൻ ഈ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന്റെ മനസ്സിന് വല്ലാത്ത പേടി, ബേജാറ്. ആ ബേജാറിനാണ് ഈമാൻ എന്ന് പറയാ. നമുക്ക് ഇല്ലാത്തതും അതാണ്. മുസഹഫ് കിടക്കുന്ന കണ്ടാ പോലെ എടുത്തിട്ട് അങ്ങോട്ട് ഇടും. മുസഹഫിന്റെ കഷ്ടം ചവിട്ടിയാൽ ഉപ്പാക്കും ഉമ്മാക്കും ഒരു ബേജാറില്ല. പഴയ കാലത്ത് അങ്ങനല്ല. പഴയ കാലത്ത് ഒരു പെരിയിൽ മുസഹഫ് ഉണ്ടെങ്കിൽ ആ മുസഹഫിനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങോട്ടും 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 ഇങ്ങനെ ഒരു കവറൊക്കെ ഉണ്ടാക്കി അല്ലെ? അങ്ങനല്ലേ പഴയ കാലത്ത്? ഒരു കവർ ഉണ്ടാക്കി ആ കവറിന്റെ ഉള്ളിൽ ആ മുസഹഫ് വെക്കുക. അത് ആദരവായിരുന്നു. അന്നുള്ള ആളുകളുടെ മനസ്സിന്റെ ഈമാനായിരുന്നു. കാരണം അതിനോടുള്ള ബഹുമാനം. അപ്പൊ ഖുർആന്റെ ബറക്കത്ത് നമുക്ക് ഉണ്ടാവും. എന്നാൽ ഇന്ന് ഇസ്ലാമിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. ഒരുപാട് ചൊല്ലി പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അനുസൃതമായ ആദരവ് നമുക്കുണ്ടോ? നമ്മളെ വീട്ടിലെ മക്കൾക്കുണ്ടോ? ഭാര്യക്കുണ്ടോ? എന്ന് ഓരോരോ അടുക്കളയിലും ജീവിക്കുന്ന ഉപ്പയും ഉമ്മയും ഇവിടെ ഇരുന്ന് ആലോചിച്ചോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കുടുംബ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ഭാര്യ മക്കളിൽ അല്ലാഹുവിന്റെ കാവലുണ്ടാവില്ല. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി അള്ളാന്റെ പേരുള്ള ഒരു കടലാസ് കണ്ടപ്പോ മനസ്സ് വേദനിക്കുകയാണ്. ആ കടലാസുമായി ഒരു അത്തറ് കടയിലേക്ക് ഓടുകയാണ്. അത്തറ് കടയിൽ പോയി അത്തറ് കച്ചവടക്കാരനോട് പറയുകയാണ്, മനുഷ്യ ഒരൽപ്പം അത്തറ് തരുമോ?
എന്തിനാ എത്ര ഒന്നല്ല, അവിടുന്ന് ഒരു ചെറിയ കടലാസ് കിട്ടി. അത് അറബി കടലാസ്, അള്ളാന്റെ പേരയിലുണ്ട്, അത് ചളിയായി കിടക്കുകയാണ്. ഉടനെ അയാൾ അത്തറ കൊടുത്തു. ഈ മഹാൻ അതിലും അത്തറൊക്കെ പുരട്ടി നന്നായി. ചെറിയ കടലാസിന്റെ കഷ്ണത്തെ കുറിച്ചാണ് ഈ പറയണത്, അല്ലാതെ നമ്മളെ വീട്ടില് പെട്ടിയിൽ ഒന്നായിട്ട് കീറി പറഞ്ഞെടുക്കണ മുസാഫിനെ കുറിച്ചല്ല. അപ്പൊ അതിന്റെ ഗൗരവം എത്ര ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം അതൊക്കെ പുരട്ടിയിട്ട് നേരെ ഏറ്റവും മേലെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അന്നത്തെ ഏറ്റവും വലിയൊരു മഹാനുണ്ട്, ബഹുമാനപ്പെട്ട സജ്ജാജ് റളിയല്ലാഹു അൻഹു, സൂഫി വര്യനാണ്. സജ്ജാജ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് പോവുകയാണ്. സജ്ജാജ് റളിയല്ലാഹുവിനോട് അരികിലേക്ക് അങ്ങ് ചെന്നപ്പോ മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ എന്തോ ഒരു വലിയ അമല് ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത്, നിങ്ങൾ എന്തോ ഒരു വലിയ അമല് ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത്. അയാള് പറഞ്ഞു, ഞാനൊരു വലിയ അമലൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ അള്ളാഹുവിന്റെ മലക്കുകൾക്കിടയിലുള്ള ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തെത്തിച്ചിരിക്കുന്നു. എന്തിനാണ്? അപ്പയാള് പറഞ്ഞു, ഞാൻ വരുന്ന പടിയിൽ അള്ളാഹുവിന്റെ പേരുള്ള ഒരു കടലാസ് കണ്ടപ്പോ അതിനോട് ഞാൻ ആദരവ് കാണിച്ചു, ബഹുമാനം കാണിച്ചു. ഞാൻ അതിനെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സജ്ജാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. ഉമ്മമാരെ, യുവാക്കളെ, രക്ഷിതാക്കളെ, മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടത് കുറെ നിസ്കാരവും നോമ്പുമല്ല, അതുകൊണ്ടൊക്കെ രക്ഷപ്പെടും. പക്ഷേ അടിത്തറ ഇളകാതെ കാത്തു സൂക്ഷിക്കണം. അടിത്തറ ഏതാണെന്നറിയുമോ? അത് തഅലീമുമാ അല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക. അതുണ്ടായാൽ തന്നെ നമ്മളെ ഈമാൻ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ അതോട് കൂടെ ചെയ്യുന്ന ഒരു ചെറിയ അമലാണെങ്കിലും നമ്മുടെ അമല് അള്ളാഹു സ്വീകരിക്കും. അതിനാദ്യം വേണ്ടത് ഞാൻ എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് മാറി ആദരവും ബഹുമാനവും ഉണ്ടാകണം. ആദരവും ബഹുമാനവും, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം. ഇന്നത്തെ ലോകത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ? ആദരവും ബഹുമാനവും. ആദരവും ബഹുമാനവും അതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അത് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും. അമ്മായിമാനെ മരുമകൾ ഉന്തിത്തള്ളിടുകയാണ്. വീണ് കിടന്ന മരുമകൾ അമ്മായിമ്മ വയസ്സായ ഉമ്മ എഴുന്നേൽക്കുകയാണ്. ലോകം മുഴുവനും ആ രംഗം കാണുകയാണ്. സത്യത്തിൽ മാതാവിനോടും പിതാവിനോടും ആദരവില്ലാതെ ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം? ഒരു മനുഷ്യൻ ഇബാദത്ത് എടുത്തിട്ട് എന്താ കാര്യം? ഇപ്പൊ നാളെ ഞാൻ ഒരു സ്ത്രീയുടെ ഒരു ഡയറി ഉണ്ട്. നമ്മുടെ വലിയുള്ള ഒരു സഹോദരിയുടെ ഡയറി നോക്കുമ്പോ അതിൽ നിറച്ച് ദിക്കറാണ്, ദിക്കറോട് ദിക്കർ. അവിടെ ദിക്കറ്, എത്ര ദിക്കറുകളെ രാവിലെ ചെല്ലേണ്ട ദിക്കർ, വൈകുന്നേരം ചെല്ലേണ്ട ദിക്കർ, ചോറയിച്ചാൽ നേരത്തെ ചെല്ലേണ്ട ദിക്കർ, ചോറയിച്ച് കഴിഞ്ഞാൽ ചെല്ലേണ്ട ദിക്കർ, ദിക്കറോട് ദിക്കർ. പുതിയാപ്പിള ഗൾഫ് പോകാൻ ചെല്ലേണ്ട ദിക്കർ, പോയ ആൾക്കിട്ട് വരാൻ ചെല്ലേണ്ട ദിക്കർ. ഞാൻ ചോദിച്ചു, ഇത്രയും തോന ദിക്കർ എവിടുന്ന? അപ്പൊ പറഞ്ഞു, ആ മൂലയുടെ യൂട്യൂബ് പ്രസംഗം കേട്ടപ്പോ അതിന് കുറച്ച് ദിക്കർ കിട്ടി, ഈ മൂലയുടെ യൂട്യൂബ് പ്രസംഗം കേട്ടപ്പോ അതിനും കുറച്ച് ദിക്കർ കിട്ടി, മറ്റേ മൂലയൊരു യൂട്യൂബ് അല്ലാത്ത പ്രസംഗം കേട്ടപ്പോ അവിടുന്നും കിട്ടി, സുബൈക്കുള്ള അവിടെ കേട്ടപ്പോ അവിടുന്നും കിട്ടി, വൈകുന്നേരം ഉള്ളപ്പോ അവിടുന്നും കിട്ടി. താത്താക്ക് ഇത് വരി വരിയായിട്ട് എഴുതലാവണി. എന്നിട്ട് അങ്ങനെ ചൊല്ലിപ്പറ. ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊക്കെ ഇടങ്ങാറാവണോ സ്വർഗം നേടാൻ? വേണ്ട. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ പൊരുത്തം കുറെ ദിക്റുകൾ അവിടെ കേട്ടു, ഇവിടെ കേട്ടു, മൊബൈലിൽ കേട്ടു, രാവിലെയും കേട്ടു, വൈകുന്നേരം കൂടെ, ഉച്ചക്കും കേട്ടു, രാവും കേട്ടു, പകലും കേട്ടു, എഴുതോടെ എഴുത്ത്. ഇതുകൊണ്ട് അള്ളാന്റെ പൊരുത്തം കിട്ടുമോ? ഇല്ല ഉമ്മമാരെ. നിങ്ങളിൽ ഒരാളും അമല് കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര ഇബാദത്ത് എടുത്താലും എത്ര സൽക്കർമ്മം ചെയ്താലും രക്ഷപ്പെടുകയില്ല. അല്ലാഹുവിന്റെ കൃപ കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല.
അള്ളാഹുവിന്റെ കാരുണ്യം ആരോടാണെന്നറിയോ? നിഷ്കളങ്കമായ മനസ്സുള്ളവനോടാണ്. അള്ളാഹുവിന്റെ കൃപ ആരോടാണെന്നറിയുമോ? കറപുരളാത്ത അഹങ്കാരമില്ലാത്ത ആദരവും ബഹുമാനവും മനസ്സിലുള്ളവനോടാ.